നമസ്കാരം. വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കാശ്മീരിലെ ജനത മതം നോക്കാതെ സ്നേഹത്തോടെ പെരുമാറി. പെഹൽഗാമിലെ സുരക്ഷാ വീഴ്ച അന്വേഷിക്കണമെന്ന് കാശ്മീരിലെ പെഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട തിരൂരിൽ നിന്നുള്ള വിനോദ സംഘത്തിലെ മുഹമ്മദ് ഫിറോസ് പറഞ്ഞു. ഫിറോസ് ഉൾപ്പെടെയുള്ള 22 സംഘമാണ് ഭീകര ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. പേര് ചോദിച്ച് ആക്രമണം നടത്തിയതിന് പിന്നിൽ മതങ്ങളെ ഭിന്നിപ്പിക്കുകയെന്നതാണ് ഉദ്ദേശമെന്നും കാശ്മീർ ജനത മനുഷ്യത്വപരമായാണ് പെരുമാറിയതെന്നും കാശ്മീരിലെ പെഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട തിരൂരിൽ നിന്നുള്ള വിനോദ സംഘത്തിലെ മുഹമ്മദ് ഫിറോസ് പറഞ്ഞു. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഒരു ആശയം ആണ് ഇതിലൂടെ വർഗീയവാദികൾ, ഈ തീവ്രവാദികൾ ഉയർത്തിവിട്ടത്. ഈ പേര് ചോദിച്ച് ആക്രമിച്ചതെല്ലാം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം വിവേചനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ വിവേചനത്തിനൊപ്പമല്ല കാശ്മീരികൾ എന്നാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അവരടുത്ത ദിവസം തന്നെ സമ്പൂർണമായി കടകളെല്ലാം അടച്ചു പ്രതിഷേധിക്കുകയും തെരുവിലിറങ്ങുകയും ഈ ഭീകരാക്രമണത്തിനെതിരായി മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ്. അവരുടെ ജീവിതത്തെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവരെല്ലാം ഇന്ത്യക്കാരാണ് എന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. അതോടൊപ്പം തന്നെ അവരുടെ കാശ്മീരി സ്വത്വം ഉയർത്തിപ്പിടിക്കുമ്പോഴും ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഈ നാട്ടിൽ വന്നവരെല്ലാം ഞങ്ങളുടെ സഹോദരന്മാരാണ് എന്ന നിലയിൽ തന്നെയാണ് അവർ പെരുമാറിയത്. ഞങ്ങളെല്ലാം സേഫായി അവരെ എത്തിച്ചതിൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഭീകരമായ ആക്രമണത്തിൽ ഞങ്ങളും പെട്ടുപോകുമായിരിക്കും. എന്തായാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി തന്നത് കാശ്മീരികളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അവർ ഞങ്ങളുടെ മതം നോക്കിയോ ജാതി നോക്കിയോ ഒന്നല്ല, മനുഷ്യത്വം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞവരാണ്. തീർച്ചയായും ഈ ഭീകരാക്രമണങ്ങളെല്ലാം മനുഷ്യത്വപരമായ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അവിടുത്തെ സുരക്ഷാ വീഴ്ച ഏറ്റവും പ്രധാനമാണ്. ഒറ്റ സെക്യൂരിറ്റി സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു പട്ടാളക്കാരുണ്ടായിരുന്നില്ല ഈ പെഹൽഗാമിൽ. 10,000-കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു ടൂറിസ്റ്റ് പ്രദേശത്ത്, പ്രത്യേകിച്ച് കശ്മീരിൽ ഈ ഭീകരാക്രമണങ്ങളുടെ സാധ്യത നിലക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പട്ടാളക്കാരും ഇല്ലാതെ പോയി എന്നുള്ളത് വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ടതാണ്. സുരക്ഷാ വീഴ്ച ഏറ്റവും പ്രധാനമായി അന്വേഷിക്കപ്പെടേണ്ടതാണ്. ആക്രമണം നടന്നയുടൻ തങ്ങളെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പെഹൽഗാമിലെ സുരക്ഷാ വീഴ്ച ഗൗരവപരമായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. പുറത്തൂർ, എടപ്പാൾ, തുപ്രങ്ങോട്, വെട്ടം എന്നിവിടങ്ങളിൽ നിന്നുള്ള 22 അംഗ സംഘമാണ് കാശ്മീരിലേക്ക് വിനോദയാത്ര പോയിരുന്നത്. വെട്ട ന്യൂസ് തിരൂർ.